ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. നമ്മൾ പല ആളുകൾക്കും ഇത് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാം. ഈ വാല്യൂസ് അടക്കം പഠിക്കാം. സോ നമുക്ക് തുടങ്ങാം. കാരണം ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പല കോഡൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിൽ ആരാ ഗ്രേറ്റർ ആരാ കുറവെന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് റിമെമ്പർ ചെയ്യാൻ. സോ നമുക്കൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം. അത് റിവൈസ് ചെയ്യണം ഈ കോഡ്, അല്ലെങ്കിൽ മറന്നു പോകും. സോ നമുക്ക് നോക്കാം. സോ ഏതൊക്കെയാണ് ഇവിടെയുള്ള എലമെന്റ്സ് നമുക്ക് അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. റൈറ്റ്, hydrogen, carbon, oxygen, nitrogen, sulfur, sodium, calcium, magnesium and silicon. ഇതാണ് ഇതിലുള്ളത്. റൈറ്റ്. സോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. സിമ്പിൾ. സോ ഇവിടെ എർത്ത് ക്രസ്റ്റ് എന്ന് ഞാൻ എഴുതുകയാണ്. തൊട്ടടുത്ത് ഹ്യൂമൻ ബോഡി എന്നും എഴുതുകയാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഈ 8 ഡിസ്കസ് ചെയ്യാം. 9, സോറി. സോ നോക്കടാ, നമ്മൾ ഹൈഡ്രജൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എർത്ത് ക്രസ്റ്റ് മാത്രമാണ് സംസാരിക്കുന്നത്. എർത്ത് ക്രസ്റ്റ് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ എർത്ത് ക്രസ്റ്റ് മാത്രമാണ് സംസാരിക്കുന്നത്. സോ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സിലിക്കൺ. റൈറ്റ്. ഹൈഡ്രജൻ നോക്കടാ. ഹൈഡ്രജൻ എത്ര ഇവിടെ ഒരു പറയുന്നത്? 0.14. ഇങ്ങനെയാണ് ഇത് 0.14. 0.14. 0. ഹൈഡ്രജൻ. ഹൈഡ്രജൻ 0. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 14 ലുക്ക് ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ ലുക്ക് അല്ലേ? നമ്മൾ ഇങ്ങനെ തന്നെ എഴുതൂലേ? ഹൈഡ്രജൻ. റൈറ്റ്. അപ്പം 0.14 ഹൈഡ്രജൻ കിട്ടി. കാറ് സി വരുന്നതൊക്കെ ഒരു 3 ആയിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ സങ്കല്പിക്കുക കേട്ടോ. സി വരുന്നത് 3 ആയിട്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീട്ടിൽ 3 കാറുകളുണ്ട്, 3 കാറുകളുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്കെന്ത് ചെയ്യാം? നമുക്കതൊരു യുക്തി പുലർത്താൻ വേണ്ടിയിട്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കാം. 3 ഡിജിറ്റ് ആണല്ലോ. 0.03. ഓക്സിജൻ നോക്കടാ. ഓക്സിജന് നമുക്കതിന്റെ ഔട്ട് എത്ര? 32 ആണ്. അതിന്റെ പകുതി എത്ര? 48 ആണ്. 48 എഴുതണ്ട, 47ന്റെ അടുത്ത് 46.6 ആണെന്ന് തോന്നുന്നുണ്ട്. 46.6. ഓക്കെ. നൈട്രജൻ നൈ വളരെ ചെറുത് നമുക്ക് പറയാറില്ല. നൈമിഷികത, ചെറിയൊരു ടൈം നമുക്ക് പറയാറില്ലേ? അപ്പം നൈട്രജൻ എന്താണ്? വെരി ലിറ്റിൽ. ഇതൊക്കെ എർത്ത് ക്രസ്റ്റ് ആട്ടോ. ഇതൊക്കെ എർത്ത് നടക്കുന്നതാണല്ലോ. കാർ എർത്തുള്ളതാണ്. ആ രീതിയിൽ കാണാം. ഓക്കെ. സൾഫർ എന്ന് പറയുമ്പോൾ എങ്ങനെ? സൾഫർ എത്ര? സൾഫർ 0.03 ആണ്. റൈറ്റ്. കമ്പ്യൂട്ടർ സയൻസ് സിയും എസും സിമിലർ ആണ് കേട്ടോ. സിയും എസും 0.03. ഇത് എർത്തിലാട്ടോ. ഇതൊക്കെ എർത്തിലാണ്. സൾഫർ 0.03. ഈ സോഡിയം വളരെ സിമ്പിൾ ആണ്. സോഡിയം എത്രയാണ്? 2.8 ആണ്. സോഡിയം 2.8 അല്ലേ? അവിടെ വെക്കട്ടെ, പറഞ്ഞുതരാം. 2.8. കാൽസ്യം സി വരുമ്പോൾ കാറായിട്ടുള്ള ഇത് ഓപ്ഷൻ ഉണ്ട് അല്ലേ? കാറ് സി വരുമ്പോ അല്ലെ? എത്ര? 0.3 സോറി കാൽസ്യം അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു പേർക്കുണ്ട്. കാൽസ്യം നമ്മൾ ഇങ്ങനെ പറയാം. കാൽസ്യം നമ്മൾ എങ്ങനെ പറയുന്ന വെച്ചാല്, കാൽസ്യം 3 കാറുണ്ട്. 3 6 കാറുണ്ട്. 3 4 5 6 കാറൊന്നുമില്ല. 3 6 കാറുണ്ട്. കാറെന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കാന്ന് മാത്രമേ ഉള്ളൂ. 36 കാർ. ഓക്കെ. 3.6. മഗ്നീഷ്യം. മാഗി 21 ഉറുപ്പ്യാണ് ഇവിടെ. 21 2.1 നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. മഗ്നീഷ്യം അത്ര ഒന്നുമില്ല. 2.1. പിന്നെ സിലിക്കൺ ആണ്. സിലിക്കൺ എത്ര? 27.7. ഏകദേശം പഠിച്ചല്ലോ. ഫുള്ള് വലിയ രീതിയിൽ നമുക്ക് പഠിക്കാനൊന്നും പറ്റൂല. കാരണം ഇതൊക്കെ വളരെ ഒരു ബന്ധമില്ലാത്ത നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ്. സോ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹൈഡ്രജൻ എന്താണ്? 0.14. കാർബൺ എന്താണ്? നമുക്ക് കാർ 3 എന്നാ പറയുന്നത്. 3 ഡിജിറ്റിൽ 0.03 കൊടുക്കാം. ഓക്സിജൻ 32 + 16 48 46.6 നമ്മൾ കൊടുത്തു. നൈട്രജൻ നൈപുണ്യം. നൈട്രജൻ വെരി ലിറ്റിൽ ആണ്.
പിന്നെ സൾഫർ എന്താ നമ്മൾ കൊടുത്തത് 0.03 കമ്പ്യൂട്ടർ സയൻസിലെ CS സെയിം. അതൊക്കെ CS ഒക്കെ രാജ്യത്ത് നടക്കുന്നല്ലോ, ഈ ക്രസ്റ്റ് എർത്ത് നടക്കുന്നതാണല്ലോ. എർത്ത് ക്രസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്, എർത്ത് നടക്കാന്നുള്ള രീതി മനസ്സിലാക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 23 28 കൊടുത്തോ, 3 8 ഏകദേശം സെയിമാ. 28. കാൽസ്യം കാറെന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് 3 എഴുതാം, 0 എഴുതണ്ട. 3 6 കാറുണ്ട്. മഗ്നീഷ്യം 2.1 മാഗി, 21 രൂപയുടെ മാഗി. 20 രൂപയായിരുന്നു, 1 രൂപ കമ്പനി കൂട്ടി ചന്തിച്ചു. 21. സിലിക്കൺ 27.7. യാ, ഇത് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ പഠിക്കാം. ഹ്യൂമൻ ബോഡിയാണ്, ഹൈഡ്രജൻ ആടാ. നിന്റെ അര ബോഡിയിൽ മൊത്തം വെള്ളമാണോ എന്നൊക്കെ ചോദിക്കില്ല. ഹൈഡ്രജൻ വാട്ടർ അല്ല, സ്റ്റോൺ വാട്ടർ, എന്നാലും അര കൂട്ടിക്കോ 0.5. പിന്നെന്താ ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് എന്താ കാർബൺ. കാർബൺ പഠിക്കാൻ നമുക്ക് മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ, 18 പതി. 18 അടിയാണ് മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടിയുടെ ഹ്യൂമൻ ആണല്ലോ, ബോഡി ആണല്ലോ, 18 അടിയാണ്. 18 അടിയാ ദൈവമേ. ഓക്കെ, അപ്പൊ നമ്മൾ ഫഹദ് ഫാസിലാണ് കാർബൺ. താഴെ ഞാൻ 18 അടി, അരടിയാൻ കൂടുതലാടാ, 18. അടുത്ത് ഓക്സിജൻ. ഓക്സിജൻ നമ്മളെ ബോഡി നമ്മൾ പറയാം, നമുക്ക് ഓക്സിജൻ ഒരുപാട് വേണം, എന്നാലേ നമുക്ക് ബ്രീത്തിങ് പ്രോസസ് ഒക്കെ നടക്കാം. മുക്കാലും ഓക്സിജൻ വേണമെന്ന് പറയാം. അപ്പൊ ഒരാൾ പറഞ്ഞാൽ അത് കുറച്ച് അതിമോഹമല്ലേ, മുക്കാലൊക്കെ 3/4 എന്ന് പറഞ്ഞാൽ 0.75 അത്ര വേണം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0.75 എന്ന് പറഞ്ഞാൽ 75% അത്രയൊക്കെ വേണം. നമുക്ക് 65 ഒതുക്കാല്, 10 കുറക്കടാ, 65. പിന്നെ ഏതാ വരുന്നത്, നൈട്രജൻ. നൈട്രജൻ വെരി ലിറ്റിൽ അല്ല, കാരണം നൈട്രജൻ നമുക്കുണ്ട്. അപ്പൊ നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ നോസ് മൂക്ക് മൂക്ക് മുക്ക് 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 3 മുക്ക്. നൈട്രജൻ നമ്മളെ ബോഡി ആണല്ലോ, ഹ്യൂമൻ ബോഡി. പിന്നെ വരുന്നത് ഏതാ, നൈട്രജൻ കഴിഞ്ഞിട്ട് സൾഫർ. നോക്ക്, സൾഫർ അതുപോലെ തന്നെ ഇവിടെ സൾഫർ സോഡിയം 0.3 സൾഫർ 0.3 സോഡിയം. SS വരുന്ന രണ്ടും 0.3 0.2 കൺസിക്യൂട്ടീവ് ആയിട്ട് കൂട്ടുക. 0.3 0.3 സൾഫറും സോഡിയം. സിലിക്കൺ കൊടുക്കരുത്, കൺഫ്യൂഷൻ ആവട്ടെ, അതാ പ്രശ്നം. 0.03 0.2 പിന്നെ നെഗ്ലിജിബിൾ എന്ന് കൊടുത്താൽ SSS കൂട്ടിക്കോ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇതായി വരുന്ന മാഗിയാണ്. മാഗി 1 രൂപയാണ് കൂട്ടിയെന്നാ പറഞ്ഞു, 20+. എത്ര കൂട്ടിയെന്നാ ചോദിക്കുന്നത്. മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടായത് എന്താ, 1 രൂപ കൂട്ടിയതാണ്, 0.1 കൂട്ടിയതാണ്, ഒന്നും എഴുതരുതേ. ഇവിടെ നമ്മൾ 21 എന്നല്ല എഴുതി, 2.1 0.1 കൂട്ടിയത്. ഓക്കെ, പിന്നെ ഏതാള്ളത്, കാൽസ്യം ഇടയിൽ വിട്ടില്ലേ, കാൽസ്യം. കാല്, നമ്മളെ ബോഡിയിൽ ഒരു കാലിന്റെ ഒരു അര കഷ്ണം മുറിഞ്ഞു പോയി, 1.5 കാലുണ്ട്. 2 കാലം ഉണ്ടായിരുന്നു, 1.5 മുറിഞ്ഞു പോയി. ആരും മുറിച്ച് മാഗി കഴിച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട്, കഷ്ണം മുറിഞ്ഞു പോയി. അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇനി ഞാൻ തന്നെ ഈ ബോക്സ് ഒന്ന് എഴുതി കാണിച്ചു തരാം, നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിയാൽ മതി, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ 0.14, കാർബൺ എത്രയാണ്, കാർബൺ 3 0.03. ഓക്സിജൻ എത്രയാണ്, ഓക്സിജൻ നമ്പർ 32 പ്ലസ് പെന്ന 42 46.6. നൈട്രജൻ നമ്മൾ ആലോചിച്ച് നോക്ക്, നൈട്രജൻ എന്താ പറഞ്ഞിരുന്നത്, നൈപുണ്യം, നെഗ്ലിജിബിൾ, റൈറ്റ്, വെരി ലിറ്റിൽ, നെഗ്ലിജിബിൾ അല്ല, ലിറ്റിൽ. സൾഫർ എന്താ പറഞ്ഞത്, സൾഫർ അല്ലേ, സൾഫർ നമ്മൾ പറഞ്ഞതായിരുന്നു CS കമ്പ്യൂട്ടർ സയൻസ് 0.03. സോഡിയം എന്താ നമ്മൾ പറഞ്ഞത്, സോഡിയം നമ്മൾ പറഞ്ഞു, സോഡിയം എന്താ പറഞ്ഞൊന്നും പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട്. 23 28 ആക്കി നമ്മൾ, 0.8 28 അല്ല 0.8. ഓക്കെ, പിന്നെ സോഡിയം എത്രയാണ്, സോഡിയം എത്രയാ പറഞ്ഞത്, സോഡിയം നമ്മൾ എത്രയാ പറഞ്ഞിരുന്നത്, സോഡിയം പറഞ്ഞല്ലേ, ഏതാ പറഞ്ഞത്, സൾഫർ സൾഫർ കിട്ടോ ഇടയിൽ, സൾഫർ പറഞ്ഞു അല്ലെ, സോഡിയം പറഞ്ഞു. കാൽസ്യം ആണ്, കാൽസ്യം കാറിന്റെ പോലെ 3 6, കാറ് എർത്തിലുള്ളതാണല്ലോ. മഗ്നീഷ്യം 21 2.1. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിന്റെ എന്താ പറയാ, ഗ്രേറ്റർ ഏറ്റവും കൂടുതൽ ആരാ കുറവാരാന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് മനസ്സിലാക്കുക, ഓക്സിജൻ ആണ് എർത്തിൽ കൂടുതൽ. പിന്നെ സിലിക്കൺ ആണ്, സിലിക്കൺ, ഓക്കെ, എന്തായാലും ഓക്സിജൻ ആണ് കൂടുതൽ, പിന്നെ സിലിക്കൺ ആണ്. പിന്നെ ഒരു 3 ഡിജിറ്റ്, പിന്നെ ഒരു 3.6 വരുന്ന കാൽസ്യം ആണ്, ഒസിക്കാന എന്നൊക്കെ പറയുന്ന പോലെ, ഓക്സിജൻ സിലിക്കൺ കാൽസ്യം നൈട്രേറ്റ്. ഓസിക്കാന എന്ന് പഠിച്ചാൽ തന്നെ ഏകദേശം കിട്ടി. ഓസിക്കാന മാഗി കഴിക്കണോ, ഓക്സിജൻ സിലിക്കൺ കാൽസ്യം മഗ്നീഷ്യം പിന്നെ സോഡിയം ആണല്ലോ, കാരണം മാഗി. ഓക്കെ, അത്ര പഠിച്ചാൽ മതി. പിന്നെ ബാക്കി നമുക്ക് ലെറ്റിലും ചെറുതൊക്കെയാണല്ലോ. ഏറ്റവും കുറവ് ഇതിൽ നൈട്രജൻ ആണ്, പിന്നെ കാർബൺ ആട്ടോ. മനുഷ്യന്മാരുടെ ബോഡിയിൽ എർത്ത് ക്രസ്റ്റിൽ കാർബൺ വളരെ കുറവാണ്. അപ്പൊ അതുപോലെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. താങ്ക് യു.